ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന അതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ്. ആ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. എൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാൻ വേണ്ടി തന്നെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് എപ്പോഴും മാക്സിമം എംറ്റി ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കൗണ്ടർ ടോപ്പിൽ വെക്കാറ്. അതുപോലെ തന്നെയാണ് നമ്മൾ വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ യൂസ് ചെയ്യുക. അതുപോലെ കിച്ചൺ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ നമ്മൾ അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ അത് വലിയൊരു ജോലിഭാരം കുറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. കുറച്ചധികം വെള്ളം ഞാൻ സ്റ്റൗവിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ബേക്കിംഗ് സോഡ. അപ്പോൾ നമ്മൾ ഡേറ്റൊക്കെ കഴിയാറായ ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടത്തിൽ തന്നെ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ച് കൊടുത്തു. പിന്നെ നിങ്ങൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ഡ്രോപ്പെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, അതിലെപ്പോഴും എന്തായാലും ചായയുടെ കറയൊക്കെ പറ്റി ആ ഒരു കറ കംപ്ലീറ്റ് ആയിട്ട് പോകാതെ ഇത്രയൊക്കെ ഇരിപ്പ് കാണും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അരിപ്പയൊക്കെ ഇട്ട് കൊടുക്കല്ലേ, ആ കൂട്ടത്തിൽ തടിത്തവിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തടിത്തവിയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൽ എണ്ണയും പിന്നെ പൊടികളൊക്കെ കലർന്നിട്ടുള്ള അതിൻ്റെയൊക്കെ എത്ര കഴുകിയാലും അതിലുണ്ടാവും, ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു 5 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുവാണ് കേട്ടോ. നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അഴുക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് എണ്ണമയമൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ, തടിത്തവിയിൽ നിന്ന്. പിന്നെ അരിപ്പയിൽ നിന്നാണെങ്കിലും ചായക്കറയൊക്കെ പോകാനായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കിച്ചണിൽ ഒരു ബ്രഷ് ഇങ്ങനെ മാറ്റി വെച്ചേക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും നമ്മൾ കുക്കറിൻ്റെ അടപ്പൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അങ്ങനെ എല്ലാം നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വെച്ചാൽ പോരാ, കാരണം നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും സോപ്പിലും സോഡാപ്പൊടിയിലും വിനീഗറിലും ഒക്കെ ഇട്ട് കഴുകിയെടുത്തതാണ്. അപ്പം നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് ക്ലീൻ ആകാനായിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഈ അരിപ്പയും തടിത്തവിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം അതെടുത്തിട്ട് നല്ലോണം അത് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ ഞാനത് എടുത്ത് വെച്ചേക്കുവാണ്, നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് തിരിച്ച് എവിടെയാണോ ആ അരിപ്പയൊക്കെ ഇരുന്ന് അവിടേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെ തിരിച്ച് അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ടൊരു ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് സമയം കണ്ടെത്തേണ്ടി വരത്തില്ല. നമ്മൾ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും അത് ശീലിക്കണം. ഇപ്പോൾ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല വീട് ക്ലീനായി കിടക്കുക, കിച്ചൺ ക്ലീനായി കിടക്കുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഒരുപോലെ നോക്കിയാൽ മാത്രമേ നമ്മുടെ വീടും കിച്ചണും എല്ലാം നല്ല ക്ലീനായിട്ട് എപ്പോഴും കിടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അല്ലാത്ത വീടുകളിലാണ് നമുക്ക് ഒരുപാട് സമയം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും കണ്ടെത്തേണ്ടതായിട്ട് വരിക. ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കേണ്ടി വരില്ല. പിന്നെ അടുത്ത മെയിൻ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ് ബോർഡ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കട്ടിംഗ് ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെ കറകളും ഉണ്ടാവും. എത്ര കഴുകിയാലും നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കറ ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. കുറച്ച് ബേക്കിംഗ് സോഡ അതിലേക്കൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, മെയിനായിട്ടും കറയായ സ്ഥലങ്ങളിൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കറ വന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നാരങ്ങ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ നാരങ്ങ ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതിനെങ്കിലും യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ആ ഒരു നാരങ്ങ നീരും അതുപോലെ തന്നെ വിനീഗറും ബേക്കിംഗ് സോഡ എല്ലാം കൂടെ കട്ടിംഗ് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെയൊന്ന് തേച്ചൊരച്ച് ഒരു 10 മിനിറ്റോളം ഇങ്ങനെയൊന്ന് വെക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ സ്ലാബ് അഴുക്കാവുമ്പോൾ നമുക്കൊരു കിച്ചൺ സ്പോഞ്ച് വൈപ്പ് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിങ്ങനെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. കിച്ചൺ സ്ലാബൊക്കെ നല്ല തിളങ്ങുന്ന പോലെ ക്ലീൻ ആയി കിട്ടും. പിന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും തുണിയൊക്കെ വിരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല വൃത്തി
വൃത്തിയായിട്ട് തന്നെ കിടക്കും കേട്ടോ, അഴുക്കാകാതെ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും ഞാൻ അതേ നാരങ്ങ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു കട്ടിംഗ് ബോർഡിലോട്ട് പിടിച്ച ആ കറയൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പത്തിൽ സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കറ എളുപ്പം പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം കറയുണ്ടെങ്കിൽ കുറച്ചധികം നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. എനിക്കിപ്പം അധികം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അധികം കറയാകാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ആ കറയുള്ള ഭാഗങ്ങൾ കൂടുതലായിട്ടൊന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വാഷ് ചെയ്ത് തന്നെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അത് വൈപ്പ് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ കറ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ സിങ്കിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കട്ടിംഗ് ബോർഡ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ന്യൂസ് പേപ്പർ വിരിച്ചതുകൊണ്ട് ആ ഒരു ഭാഗത്ത് അധികം അഴുക്കായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ ഞാനൊന്ന് തുടച്ചിട്ട് ആ ന്യൂസ് പേപ്പർ എടുത്ത് കളയാണ്. അപ്പോൾ ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ആ കട്ടിംഗ് ബോർഡ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് അതിൽ നിന്ന് കറയൊക്കെ പോയി നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കട്ടിംഗ് ബോർഡ് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കൂ, തീർച്ചയായിട്ടും സക്സസ് ആവും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന കിച്ചൺ ടവലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ടവലൊക്കെ എപ്പോഴും എന്തെങ്കിലും എണ്ണമയോ അല്ലെങ്കിൽ അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വാഷ് ചെയ്താലും അതിൽ നിന്നൊരു സ്മെല്ലും അതുപോലെ ആ ഒരു എണ്ണമയം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്, കുറച്ചധികം വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു തുണി ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചൂട് വെള്ളത്തിലേക്ക് തുണി നമ്മൾ ഇട്ട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ആ ഒരു എണ്ണയുടെയൊക്കെ മുകളിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 10-15 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് മുക്കി വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന തുണികളെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ക്ലീൻ ആവുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറൊക്കെ ഒഴിക്കാം, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ആ ചൂടുവെള്ളമൊക്കെ മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി എടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലിട്ടൊന്ന് വാഷ് ചെയ്യാം. പക്ഷേ ഇത് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് എല്ലാ തുണികളും ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം 2-3 വട്ടം നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന തുണികളാകുമ്പോഴത്തേക്കും എത്രയാണെന്ന് പറഞ്ഞാലും അഴുക്കാകും. അപ്പോൾ ഇത് നല്ല നീറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെയാണെന്ന് വാഷ് ചെയ്തെടുക്കുക. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, പിന്നെ അതുപോലെ വെയിലത്തിട്ട് ഉണക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കി തന്നെ എടുത്ത് മടക്കി സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കി മടക്കി വയ്ക്കും. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കുക്കറിന് ഉപയോഗിക്കുന്ന വിസിൽ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഈ വിസിൽ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാറാണ്. പക്ഷേ എത്ര പേരിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നമ്മൾ തിരിച്ചു കൊടുത്താൽ ഇതിങ്ങനെ തുറന്ന് വരും കേട്ടോ. അങ്ങനെ തുറന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ അരി അല്ലെ പരിപ്പ് പയർ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇരിക്കാനും അതുപോലെ തന്നെ കുക്കറിനാണെങ്കിൽ നമ്മൾ ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നൊക്കെ കേൾക്കാറില്ലേ, അപ്പം അതിനകത്ത് എന്തെങ്കിലും കയറി അടഞ്ഞൊക്കെ ഇരുന്നാൽ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതിങ്ങനെ ഊരിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ വിസിലെല്ലാം ഒരുമിച്ചാണ് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ കഴുകാറ്. സാധാരണ നമ്മളെപ്പോഴും കഴുകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 3 വിസിലും അത് തുറന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി തിരിച്ച് അതേപോലെ തന്നെ ഞാൻ ഇട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വിസിലെല്ലാം ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ അവിടെ തന്നെ കുക്കറിൻ്റെ വിസിൽ തിരിച്ച് വെക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് കാണാതെ പോകുന്ന സാധനങ്ങളാണ് കിച്ചണിൽ. അതുകൊണ്ട് എടുത്ത അപ്പം തന്നെ നമ്മൾ തിരിച്ച് അതേ സ്ഥാനത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് തപ്പി നടക്കേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ കുക്കറിൻ്റെ വിസിൽ തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്നതാണ്, ഒരുപാട് പേർക്ക് ഉണ്ടാവും, എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഈ ഒരു സ്പാക്ചുല ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഏതാണ്ട് 190 റുപ്പീസ് മറ്റും ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തവി, സ്പൂൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയും വെച്ച് അവിടെ എല്ലാം വൃത്തികേടായി അവിടെയൊക്കെ പിന്നീട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നമുക്ക് ഇങ്ങനൊരു ഹോൾഡർ ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തവിയും സ്പൂണും എല്ലാം അതിനകത്തേക്ക് നമുക്ക് വെക്കാം ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് തിരിച്ച് അതിനകത്തുനിന്ന് എടുത്താൽ മാത്രം മതിയാവും. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്താലും മതി. അപ്പം ഇങ്ങനെയൊരു സ്പാച്ചുല ഹോൾഡർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കുക്കിങ്ങിൻ്റെ സമയത്ത് തവി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഈ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അറ്റ്ലീസ്റ്റ് മാസത്തിലൊന്നെങ്കിലും ഇത് എം ടി ആവുന്ന സമയത്ത് നമുക്ക് ഈ കുപ്പി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. കുപ്പി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുന്നും കിച്ചൺ ടിപ്പ് വീഡിയോ ഇട്ടപ്പം അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 3D ഫാമിലി വ്ളോഗ്സ് കിച്ചൺ ടിപ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് തുണിയിട്ട് തുടച്ചതിന് ശേഷം ഒരു കിച്ചൺ വൈപ്പ് ഇട്ട് തുടച്ചതിന് ശേഷം ഇതാ ഒരു ടിഷ്യൂം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ തുടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കയ്യിൽ തട്ടിയിട്ട് തെന്നിപ്പോകുമോ കുപ്പി വൃത്തികേടായിട്ടിരിക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ ഇതൊക്കെ എം ടി ആകുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് റീഫിൽ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടതായിട്ട് വരികയല്ല. അപ്പോൾ എപ്പോഴാണ് ഇത് എം ടി ആകുന്നത് പിന്നെ നമ്മൾ സമയമുള്ളപ്പോൾ ഇതിങ്ങനെ ഒന്ന് റീഫിൽ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാ ഞാൻ എണ്ണയ്ക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് നമ്മൾ അതേ സ്ഥാനത്ത് എവിടെ നിന്നാണ് എടുത്തത് അതേ സ്ഥാനത്തേക്ക് നമ്മൾ അപ്പോൾ തന്നെ തിരിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ജോലിയും കഴിയും. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ നല്ല വൃത്തിയാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ ടവലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വരുന്നത് അപ്പോൾ തന്നെ നമ്മളൊന്ന് നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം മടക്കി എവിടെയാണോ നമ്മൾ വെക്കുക ആ സ്ഥലത്ത് വെക്കുക. എപ്പോഴും ഒരേ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലെ ആവശ്യത്തിന് പെട്ടെന്നൊരു ടവൽ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് വേറെ തുണി അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരില്ല. എപ്പോഴും നല്ല നീറ്റാക്കി ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട ഒരു സാധനം കൂടിയാണ് ഈ ഒരു കിച്ചൺ ടവൽ. അതേപോലെ കിച്ചണിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു കിച്ചൺ വൈപ്പും കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സ്പോഞ്ച് വൈപ്പ്. എപ്പോഴും എനിക്കതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ചീത്തയായി കഴിയുമ്പോഴത്തേക്കും ഞാൻ അടുത്തത് ഉപയോഗിക്കാനായിട്ട് എടുക്കും കേട്ടോ. മാക്സിമം യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കും. അപ്പോൾ ഈ ഒരു കിച്ചൺ വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഭയങ്കര നീറ്റായിട്ടിരിക്കും. നമ്മുടെ കിച്ചൺ സ്ലാബും അതുപോലെ സ്റ്റൗവും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ അത് രണ്ടും നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ അപ്പോൾ പാകുന്ന പാത്രങ്ങൾ അന്നേരം തന്നെ ഒന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ്. എത്ര സമയമില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തി അന്നേരം കഴുകി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ജോലി ഒഴിവായി കിട്ടും. നമ്മുടെ കിച്ചൺ സിങ്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കാണുന്നത് തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴുകാനും തോന്നത്തില്ല. അതേസമയം 1-2 പാത്രങ്ങൾ മാത്രമുള്ളെങ്കിൽ അപ്പോൾ ഒന്ന് കഴുകി മാറ്റുവാണെങ്കിൽ അധികം പാത്രങ്ങൾ കഴുകുന്നതായിട്ടൊരു ഫീലിംഗ് കിട്ടത്തില്ല. നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടതായിട്ടും വരത്തില്ല. പിന്നെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിനിമം പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഓരോ പാത്രങ്ങൾ ഇങ്ങനെ വലിച്ചു വരിയിടുമ്പോഴത്തേക്കും നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ ഉപയോഗിച്ച് കിച്ചണിലെ പണികൾ തീർക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കിച്ചൺ സിങ്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെ കിടക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി നാരങ്ങയോ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ നാരങ്ങ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചണിൻ്റെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലും കിട്ടും, പെട്ടെന്ന് ക്ലീൻ ആയും കിട്ടും. അതിന് ശേഷം ഒരു സ്ക്രബ്ബർ അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ കിച്ചൺ സിങ്കും ക്ലീനായി കിടക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെനക്കെടേണ്ടതായിട്ട് വരത്തില്ല. ആ പാത്രം കഴുകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊന്ന് കഴുകി പോകാം. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ പണികളൊക്കെ തീരുന്ന ആ സമയത്ത് ഏറ്റവും അവസാനമായിട്ട് കിച്ചൺ സിങ്കും കൂടി ഇങ്ങനെയൊന്ന് കഴുകി ഒരു വൈപ്പർ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് ലാസ്റ്റ് നിങ്ങളൊന്ന് തുടയ്ക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കിച്ചൺ വൈപ്പ് നിങ്ങൾ പഴയതായിട്ടുള്ള ഒരു കിച്ചൺ വൈപ്പും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ച് ഡ്രൈ ആക്കിയിടുക. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പം ഇത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കൗണ്ടർ ടോപ്പ് മാക്സിമം എം ടി ആയിട്ട് വെക്കുക എന്നുള്ള 2 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ കിച്ചൺ സിങ്കെല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു കുക്കിംഗ് ടിപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഫിഷും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് തിരിച്ചിടുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഇരിക്കാറുണ്ട് ചില സമയത്ത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഇട്ട വശം തന്നെ നമ്മൾ ഒന്നിങ്ങനെ ഒന്ന് നിരക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് നിരക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഞാനിപ്പോൾ കൈകൊണ്ടാണ് ഇങ്ങനെ നിരക്കി കൊടുത്ത് അതേസമയം നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നിരക്കി വെച്ചാൽ മതിയാകും. ഇപ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്കിത് തിരിച്ചിടാനായിട്ട് പറ്റും.
പറ്റും. അപ്പോൾ ഏത് ഒട്ടിപ്പിടിക്കുന്ന പാനിലാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതേ ടിപ്പൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങളുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ചിക്കനോ ഫിഷോ എന്താണോ ഫ്രൈ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കിച്ചൺ ടിപ്സ്, ക്ലീനിങ് ടിപ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്കറിയാത്ത കുറേയധികം കാര്യങ്ങളുണ്ടാകും, അപ്പോൾ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.